അജുവേട്ടൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എടാ ഞാൻ മെലിയാം നീ എഴുത് എന്നൊക്കെ പറയും. അവസരങ്ങൾ അന്വേഷിച്ച് പോകാം, അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കാം. ഈ അന്വേഷിച്ച് പോയാൽ കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്നതിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധ്യാനസ് എന്ന ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളി ചെയ്യുന്ന സിനിമകൾ. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂരിലോട്ട് വിളിച്ചത്. ഇപ്പോൾ എവിടെ പോയാലും ആ ഒരു ജോർജ് സാറിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ വളരെ സാധാരണക്കാർക്കും കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ മറ്റു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സൊക്കെ ആയിരിക്കും. പ്ലൂട്ടോ ഒരു പുറത്താക്കപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പുറത്താക്കപ്പെട്ട കുറച്ച് പേരുടെ കഥ കൂടിയാണിത്. അജുയുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ബോഡിയെ കണ്ടിട്ടുള്ള അജു ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പലതിനും പല രീതിയാക്കിയിട്ടുണ്ട്. നെടുമുടി വേണുചേട്ടനൊക്കെ പറയുന്ന പോലെ ഷേപ്പ് ഷിഫ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പോൾ സർവ്വമായയിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. പുള്ളിയുടെ റേഞ്ച് ഭയങ്കരമായിട്ട് കൂടിയതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹ്യൂമൻ അല്ലാത്തൊരു ആംഗിളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ജാദു എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ അതൊരിക്കലും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമർ വർക്ക് ആവില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത്, പുള്ളി സ്വയം ഒരു വിഷണറി ആണെന്നൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ പുള്ളി ചെയ്ത പരിപാടികളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ അയാൾക്ക് പക്ഷേ ഒരു കിട്ടുന്ന തുറപ്പുചീട്ടാണ് ഈ ഏലിയൻ. OTT വന്നപ്പോൾ കുറേ പേര് പേഴ്സണലി മെസ്സേജ് ചെയ്യേണ്ടത് ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക് യു പറയുക. അഖിൽ സത്യൻ നിവിൻ പോളി കോമ്പോയിലൊരു സിനിമ വരുന്നു, അൽത്താഫ് എഴുതുന്നു. എന്താണ് അതിൻ്റെ ഒരു, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സ്പൈഡർമാനിന് ടിക്കറ്റ് കിട്ടാത്തവർ നമ്മുടെ പടം കാണട്ടെ. പ്ലൂട്ടോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നീരജ് മാധവ്, ആർഷ, അൽത്താഫാണെന്ന് റിപ്പോർട്ടർ ഫിലിംസ് നമ്മുടെ ഒപ്പം. വെൽക്കം. നമുക്ക് ഈ ഏലിയൻ ബേസ്ഡ് സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് കോയി മിൽ ഗയ അല്ലെങ്കിൽ PK അത്തരത്തിലുള്ള സിനിമകളാണ്. ഇപ്പോൾ ഈ സയൻസ് ഫിക്ഷൻ കോമഡി ജോണറിലുള്ള സിനിമകൾ പല ലാംഗ്വേജിലായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു ഫസ്റ്റ് മെമ്മറി ഓഫ് അത്തരത്തിലൊരു സിനിമ എന്തായിരിക്കും, ഒരു സയൻസ് ഫിക്ഷൻ സിനിമ? എൻ്റെ ഓർമ്മയിൽ ET ആണ്, സ്പീൽബർഗിൻ്റെ എക്സ്ട്രാ ടെറസ്ട്രിയൽ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ അല്ല, അത് തിയേറ്ററിൽ എനിക്കൊന്ന് വളരെ മുന്നേ ഇറങ്ങിയാണ്. ഞാനത് സ്റ്റാർ മൂവീസിലെങ്ങാണ്ട് വന്നപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ക്രീച്ചറിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഓർമ്മ നമ്മൾ ഈ സിനിമയിലേക്കൊക്കെ വരുമ്പം ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ ഇതൊരു ഹ്യൂമൻ അല്ലാത്തൊരു ആംഗിളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ജാദു എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ അതൊരിക്കലും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമർ വർക്ക് ആവില്ല എന്നുള്ളതുകൊണ്ട് നമ്മളത് മാറ്റിയതാണ്, മനുഷ്യനെ തന്നെ ആക്കാം എന്നുള്ള രീതിയിലേക്ക് തീരുമാനിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്ലൂട്ടോയിലേക്ക് എടുക്കുമ്പോഴും അത്തരം സിനിമകൾ ഒരു റെഫറൻസ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലേ? അപ്പം ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അതെല്ലാം സ്കെയില്, നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഏലിയൻ പടങ്ങളും അമേരിക്കൻ മൂവീസാണ്. അതെല്ലാം അത്രയും വലിയ സ്കേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു ഏലിയൻ അമേരിക്കയിൽ പോകുന്നതിന് പകരം കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ വേറൊരു രീതിയിലുള്ള നമ്മുടെ ഒരു സ്പേസിലേക്ക് നമ്മൾക്കറിയുന്ന ഒരു ജോഗ്രഫിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫസ്റ്റ് മെമ്മറി ഓഫ് ഒരു സയൻസ് ഫിക്ഷൻ ഫിലിം അല്ലെങ്കിൽ ഒരു ഏലിയൻ ഫിലിം എന്തായിരിക്കും? എനിക്ക് ചെറുപ്പത്തിൽ PK അത് തന്നെ പെട്ടെന്ന് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതും ചെറുപ്പത്തിൽ കണ്ടൊരു ഓർമ്മയും അത് തന്നെ. പിന്നെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അൽത്താഫിന് എങ്ങനെയായിരുന്നു? ഏലിയൻ പടം ET തന്നെയാണ്. ആ സമയത്ത് അത് മാത്രമേ തോന്നണം, ഓർമ്മയില്ലാത്തുള്ളൂ എന്ന് തോന്നുന്നു. ET തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരു RDXന് ശേഷം ഒരു ഗ്യാപ്പ് വന്നല്ലോ, ഒരു 3 വർഷം ഗ്യാപ്പ് വന്നല്ലോ. അത് പറഞ്ഞ പോലെ അത് നീരജ് സ്വയം എടുത്ത ഒരു തീരുമാനമാണോ, അതോ ഇന്റൻഷനൽ അങ്ങനെ സംഭവിച്ചതാണോ? അത് പാർഷ്യലി എൻ്റെ ഡെസിഷനും കൂടിയാണ്. അത് ഗ്യാപ്പ് എടുക്കാൻ വേണ്ടി ചെയ്തതല്ല. എനിക്ക് പേഴ്സണലി ഞാനൊരിത്തിരി പെർഫെക്ഷനിസ്റ്റും കുറച്ച് ഒബ്സസീവ്ലി ഇൻവോൾവ് ഇൻ മൈ വർക്കാണ്. അപ്പോൾ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ടേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിലേക്ക് വന്നു പെടുന്നത്, എന്താണ് ഇങ്ങനൊരു സാധനം ഓഫർ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കില്ലെങ്കിൽ ഈ ലെവലിലേക്കെങ്കിലും ഉള്ള ഒരു താഴെ പോവാ, അതെന്തുകൊണ്ട് അത് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ആശങ്ക ഉണ്ടാകുന്നു. അതിനുശേഷം അപ്പോൾ നമ്മൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ
അവസരങ്ങൾ അന്വേഷിച്ച് പോകാം, അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കാം. അപ്പോൾ ഈ അന്വേഷിച്ച് പോയാൽ കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്നതിൽ നമുക്ക് കൺട്രോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വയം തിരക്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രൊജക്റ്റും ഞാൻ കൂടി കോർഡിനേറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ സംഭവിച്ചൊരു പ്രോജക്റ്റാണ്. മറ്റേത് നമ്മൾ വേറെ ആരുടെയൊക്കെയോ എന്താ പറയുക കനിയാനായിട്ട് കാത്തിരിക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സാണല്ലോ. അത് സംഭവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതും നമുക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ത്രൂ എ ഡിഫറെൻറ്റ് ചാനൽ. അതൊരു മോർ ഓഫ് എ നെറ്റ്വർക്കിംഗ് ആൻഡ് സോഷ്യലൈസിങ് വേറെ രീതിയിൽ നാവിഗേറ്റ് ചെയ്യേണ്ട അതിനുള്ള ഫാക്കൽറ്റീസ് എനിക്ക് കുറച്ചുകൂടെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനേക്കാൾ ഐ വുഡ് റാദർ ക്രിയേറ്റ് മൈ ഓൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം പ്ലൂട്ടോ നമ്മൾ ട്രെയിലറും ഇപ്പോൾ സോങ്ങും ആദ്യം ഇറങ്ങിയ ഒരു ഗ്ലിംസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഏലിയൻ ഭൂമിയിലേക്ക് വരുന്നു, ഒരാളുമായിട്ട് കൂട്ടുകൂടുന്നു, ഇതാണ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനെല്ലാം അപ്പുറം എന്താണ് സിനിമ പ്ലൂട്ടോ? ഇത് പ്ലൂട്ടോ എന്ന് പറയുന്ന പേര് തന്നെ അതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ പ്ലൂട്ടോ ഒരു പുറത്താക്കപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പുറത്താക്കപ്പെട്ട കുറച്ച് പേരുടെ കഥ കൂടിയാണിത്. ഒരു സൊസൈറ്റി ചെക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ അവരൊരു സെക്കൻഡ് ചാൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ആംഗിൾ പടത്തിലൂടെ പറഞ്ഞു വന്നിട്ട്. പക്ഷേ അതൊരു ഭയങ്കര ഒരു ഇമോഷണൽ ലെയറായിട്ടൊന്നും അല്ല നമ്മളതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ നെവർ ടു സീരിയസ് മൂവി. അപ്പം പക്ഷെ അങ്ങനെ ഒരു തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കംബാക്കിൻ്റെ ഒരു എലമെൻറ്റും കൂടി പാരലലി പോകുന്നുണ്ട്. ബട്ട് ഇത് ഭയങ്കര വളരെയധികം ഹ്യൂമറിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് പറയുന്നത്. അതെ, ഒരു സൈഫൈൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു പാക്കേജാണ്. അൽത്താഫിൻ്റെ മുന്നത്തെ സിനിമകൾ കാണുന്ന സമയത്ത് അൽത്താഫിൻ്റെ ഒരു സ്റ്റൈല് പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡെഡ് പാൻ ഹ്യൂമർ, അല്ലെങ്കിൽ ഭയങ്കര അൽത്താഫിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, മോഡുലേഷൻ ഒക്കെ പറയുന്നതാണ് ആ ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കാവുന്നത്. ഈ പ്ലൂട്ടോയിലേക്ക് വരുമ്പോൾ ഏലിയനായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഈ കോസ്റ്റ്യൂംസും ഈ ലുക്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അൽത്താഫിൻ്റെ എങ്ങനെയാണ് അൽത്താഫിൻ്റെ ഒരു മീറ്ററും ഈ ക്യാരക്ടറിന് ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത്? ഇല്ല, ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ സിമിലർ ടു ആ മീറ്റർ തന്നെയാണ് അതും. അതായത് ഇപ്പം ഭയങ്കര സീരിയസ് ഒരു ഏലിയൻ കഥയോ അങ്ങനെയൊന്നും അല്ല, ഒരു ഫൺ രൂപത്തിലുള്ളൊരു ഏലിയൻ സിനിമ തന്നെയാണ് ഇതും. അപ്പോൾ മീറ്ററിൽ ആകെ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഈ കഥാപാത്രം ഭൂമിയിലെത്തിക്കഴിഞ്ഞിട്ട് വരുന്ന ചില മാനറിസംസും ഈ ഫിസിക്കൽ മൂമെൻറ്റ്സിൻ്റെ ഒക്കെ ചില പരിമിതികളുണ്ട്. അതൊക്കെയാണ് ബോധപൂർവം നമ്മൾ പിടിച്ചേക്കണത്. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സിനിമയായിട്ട് സ്പോയിലറായി പോകും. ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹ്യൂമൻ എന്താ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവത്തിലോട്ട് തന്നെ വരും. അപ്പം അതിന് മുമ്പുള്ളൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് ഏലിയൻ ഒരു ക്യാരക്ടർ സ്കെച്ച് പിടിക്കാൻ പറ്റിയേക്കണത്. ആദിത്യനോട് ചോദിച്ചിരുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു ഏലിയനായിട്ട് കാണാൻ പറ്റിയത്, എന്തുകൊണ്ടാണ് ചോദിച്ചിരുന്നത്? ഇല്ല, അങ്ങനെ ചോദിച്ചൊന്നുമില്ല. എനിക്ക് അറിയില്ല. അവർ മീൻസ് ഇത് രണ്ടും ബേസിക്കലി ഹ്യൂമറാണ്. അപ്പം അത് പുള്ള് ചെയ്യാൻ പറ്റണം ആരായാലും. പിന്നെ ഒരു ഈ പറയുന്ന പോലെ ആദ്യയുടെയും അവരുടെ ഡിസിഷനാണല്ലോ, കോളാണല്ലോ, നമുക്കത് അറിയില്ല. ഇപ്പം ആർഷ ഇപ്പോൾ 2019 18 പടി റിലീസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 2022 ഒരു 3 വർഷം ഗ്യാപ്പിന് ശേഷമാണ് മുകുന്ദനുണ്ണി വരുന്നത്. ഭയങ്കര ഒരു ബ്രേക്ക് ആവുന്നു. ആ ക്യാരക്ടർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു. ഈ ഒരു 3 വർഷം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു ഡെബ്യൂ ഫിലിമിൽ നിന്നൊരു ബ്രേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 വർഷം ഒരു ഗ്യാപ്പ് അത് ആർഷ എങ്ങനെയാണ്, എന്തായിരുന്നു ആ 3 വർഷം ഗ്യാപ്പിൽ? അല്ല, സമയം കോവിഡ് വന്നിരുന്നു 2019 ഞാൻ അതിനുശേഷം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കുർബാനി എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ൻ നിഗമിന്റെ കൂടെ. അപ്പോൾ അതിന്റെ ഷൂട്ട് ഒക്കെ നടക്കുന്ന സമയത്താണ് കോവിഡ് വന്നതും. പിന്നീട് നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം കോവിഡിലായിരുന്നല്ലോ. അതിന് ആ ഒരു കോവിഡിന്റെ ഒരു സമയത്താണ് ആദിത്യനും ഇവരും കരിക്കും ഒക്കെ കൂടെ ജോയിൻ ചെയ്തിട്ട് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് ആവറേജ് അമ്പിളി അവർ 2021 ചെയ്യുന്നത്. പിന്നെ ആവറേജ് അമ്പിളി എനിക്ക് ആവറേജ് അമ്പിളിയൊക്കെ ഒരു സെക്കൻഡ് വേവ് ആ ഒരു സമയത്താണ് ചെയ്തത്. അപ്പോഴേക്കും പിന്നെ പതുക്കെ തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആയിരുന്നു. പിന്നെ അടുത്ത സിനിമകളുടെ ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ആവറേജ് അമ്പിളി ഇറങ്ങി, പിന്നെ മുകുന്ദനുണ്ണി, പിന്നെ ബാക്കി പ്രോജക്ട്സ് ഒക്കെ അതിന്റെ പിന്നാലെ വന്നു. നീരജിന്റെ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതിലെ ക്യാരക്ടറിനെ വിശേഷിപ്പിക്കുന്ന ഉത്തരവാദിത്വമില്ലാത്തവൻ തോൽവി എന്നിങ്ങനെയാണ് ഈ ക്യാരക്ടറിന് പറയുന്നത്. എന്താണ് നീരജിന്റെ ക്യാരക്ടർ? എന്താണ് ഈ നേരത്തെ പറഞ്ഞ ഒരു മിസ്ഫിറ്റ് അങ്ങനെയാണോ? പുള്ളി സ്വയം ഒരു വിഷണറി ആണെന്നൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ പുള്ളി ചെയ്ത പരിപാടികളൊന്നും വർക്കൗട്ട് ആവുന്നില്ല.
അങ്ങനെ നടക്കുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ കഥാപാത്രം, ടിപ്പിക്കൽ വീട്ടുകാരെ ഊറ്റി ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അയാൾക്ക് പക്ഷേ ഒരു കിട്ടുന്ന തുറപ്പ് ചീട്ടാണ് ഈ ഏലിയൻ. ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റ്, ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത്തരം കമന്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നീരജിനോ? അത് അങ്ങനെ ഇല്ല, ഞാൻ ഉണ്ടാവാം, ഏതെങ്കിലും സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ടാവാം. വീട്ടുകാരെ ഊറ്റി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ഇത്തരം കമന്റുകൾ വരുമല്ലോ. നമ്മൾ രക്ഷപ്പെടാത്ത അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ആളുകൾ തീരുമാനിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ബിഗ് ആകുമ്പോഴാണല്ലോ. പിന്നെ ഉറപ്പായും നമ്മൾ എടുത്ത ഡെസിഷൻസ് ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ, നമ്മൾ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ ഈ സിനിമയിൽ പോസ്റ്റേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിരിക്കുന്ന അജുവിൻ്റെ ക്യാരക്ടറാണ്. ഈ ലുക്സ് ഭയങ്കര ആദ്യമേ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ ഈ നമ്മൾ ശിക്കാരി ശംഭുവായിട്ടും ജമ്പൻ്റെ ക്യാരക്ടറുമായിട്ടൊക്കെ പെട്ടെന്ന് എല്ലാവരും കണക്ട് ചെയ്തിരുന്നു. അജു വർഗീസ് എന്താണ് ക്യാരക്ടർ? ഞെട്ടിക്കുമോ ഈ സിനിമയിൽ? പുള്ളി ടൈഗർ തമ്പി എന്ന് പറഞ്ഞിട്ടൊരു വില്ലനാണ്. അജുവാണ് വില്ലനാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ട്രൈറ്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും? എല്ലാം കുറച്ച് സ്ലൈറ്റ്ലി ആനിമേറ്റഡ് ക്യാരക്ടേഴ്സാണ്. നമ്മളൊരു കോമിക് ബുക്കിൻ്റെ സ്വഭാവത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ പുള്ളി ഭയങ്കര രസമായിട്ട് അത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ട്രേറ്റ്സ് പറയാനല്ലോ, ട്രേറ്റ്സ് തന്നെ ആദ്യത്തെ കോമഡിയാണ് പുള്ളിയുടെ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇപ്പം നീരജ് ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലൊക്കെ അജുവിൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതിൽ. അപ്പോൾ നമ്മൾ മലർവാടിയിൽ ആ കുട്ടു എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷം എത്തുമ്പോൾ അജു വർഗീസ് എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ വില്ലനായിട്ടും നായകനായിട്ടും ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ ഞെട്ടിക്കുന്ന ഒരാളാണ് അജു വർഗീസിൻ്റെ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്തിന് നിങ്ങൾ ആർട്ടിസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? അജുവേട്ടനെ എനിക്ക് ഇപ്പോൾ മലർവാടിയിൽ കാണുമ്പം തോന്നിയതിനേക്കാൾ എത്രയോ ഇവോൾവായി. അതിലെനിക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരുപാട് ലെയേർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പുള്ളി അതിന് ശേഷം എഫേർട്ട് എടുത്ത് പുള്ളി ഗ്രോ ചെയ്ത്, നമ്മൾ നെടുമുടി വേണുചേട്ടനൊക്കെ പറയുന്ന പോലെ ഷേപ്പ് ഷിഫ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി ഇപ്പോൾ സർവ്വമായയിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. എവിടേക്കോ വേണുചേട്ടനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള. അപ്പം പുള്ളിയുടെ റേഞ്ച് ഭയങ്കരമായിട്ട് കൂടിയതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആളുടെ എഫേർട്ട്, അയാളുടെ ഒബ്സർവേഷനും എന്ത് കഥാപാത്രവും ചെയ്യാവുന്ന രീതിയിലേക്ക് പുള്ളി ഗ്രോ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അഭിനയിക്കുന്ന സമയത്തും അതേമായിട്ടുള്ളൊരു ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയായിരിക്കും? അജു ഈ പറഞ്ഞിട്ട് ഈ എന്താണ്, എല്ലാ സിനിമകളുടെ ഈ എക്സ്പോഷർ ഇങ്ങനെ കിട്ടി ഓരോ സിനിമകൾ അഭിനയിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മിനുക്കി അടിപൊളിയാക്കി ഇപ്പൊ മിനുക്കിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ അജുവിടെ എനിക്ക് തന്നെ ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ തോന്നുമ്പോൾ അജുവിടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ബോഡിയെക്കാട്ടിലുള്ള അജു ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പലതിനും പല രീതിയാക്കിയിട്ടുണ്ട്. അത് തന്നെ പെട്ടെന്ന് മാറുമ്പോൾ തന്നെ നമുക്കത് എവിഡൻ്റ് ആയിട്ട് അയാളുടെ ചേഞ്ച് മനസ്സിലാവും. അപ്പം അതിലിപ്പോൾ പുള്ളി ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ട്. ഏത് കഥാപാത്രത്തിന് എങ്ങനെ വേണം, മോഡുലേഷനും പരിപാടികളൊക്കെ വൃത്തിയായിട്ട് രസമായിട്ട് പിടിക്കുന്നുണ്ട് പുള്ളി. നല്ല രസമായിരുന്നു. പുള്ളിയുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇപ്പം ആർഷ ഇപ്പം മുകുന്ദനുണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഹൗസ് മേറ്റ്സ് തമിഴ് സിനിമകൾ ചെയ്തു, ഹ്യൂമർ ഒരു ലെയർ ആണല്ലോ എപ്പോഴും ചെയ്യുമ്പോഴും. ആർഷയുടെ ക്യാരക്ടറിന് ഒരു ഹ്യൂമർ ലെയർ ഉണ്ട്. അപ്പോൾ ഹ്യൂമർ ഭയങ്കര കംഫർട്ടബിൾ ആണോ ചെയ്യാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. പ്ലൂട്ടോയിലേക്ക് വരുമ്പോൾ എങ്ങനെ ക്യാരക്ടർ എങ്ങനെയാണ്? നമുക്ക് ഈ ഗ്ലിംസ് ഒക്കെ വരുമ്പോൾ ചെറിയൊരു പോർഷൻസ് മാത്രമാണ് ആർഷയെ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഇതിലെ ക്യാരക്ടറും ഹ്യൂമർ ലെയർ ഉണ്ടോ? ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഹ്യൂമർ കോമിക് സ്വഭാവം ഉണ്ട്. പക്ഷെ എങ്കിലും അതിലൊരു കുറച്ച് കുറവുള്ളത് എൻ്റെ ക്യാരക്ടറിനായിരിക്കും. എൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക്, കുറച്ച് പ്രാക്ടിക്കലായി ആലോചിക്കുന്ന അങ്ങനത്തെ ഒരു. ഇപ്പോൾ നീരജന്റെ ക്യാരക്ടറിന്റെ ഗേൾ ഫ്രണ്ടാണ്. അപ്പോൾ ആളൊരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ പുള്ളി പറയുന്ന പോലൊരു എന്താ ഒരു എല്ലാ യങ്സ്റ്റേഴ്സിന്റെ ഒരു വൈബിൽ ഓരോ ബിസിനസ്സുകൾ ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടികളായിട്ടൊക്കെ നടക്കുമ്പോൾ അതെ ഓൺട്രപ്രണർ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിച്ച ആളെ നല്ലൊരു വഴിക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരു ഗേൾ ഫ്രണ്ട് ക്യാരക്ടറാണ്. സോ
എനിക്ക് തോന്നുന്നു ഇവരെക്കാട്ടിലും കുറച്ച് ഹ്യൂമർ ഷെയ്ഡ് കുറവുള്ളതും ഒരു കോമിക് സ്വഭാവം കുറവുള്ളത് എൻ്റെ ക്യാരക്ടർ. ഇപ്പം ഈ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇറങ്ങിയ അല്ലെങ്കിൽ പഴയ സിനിമകളായിക്കോട്ടെ കുറച്ച് മുമ്പ് ഇറങ്ങിയ സിനിമകളായിക്കോട്ടെ വലിയ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പം കുറച്ച് ദിവസം കൂടെ നോക്കുമ്പോൾ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലവകുശയുടെ ഈ കോമഡി സീനുകളൊക്കെ വീണ്ടും ആൾക്കാർ അത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമറിനെ കുറിച്ച് സംസാരിക്കുന്നു. അന്ന് ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു റെസ്പോൺസും ഇന്ന് അതിനിപ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യം ഉണ്ടല്ലോ, അത് നീരജ് എങ്ങനെയാണ് അത് നോക്കുന്നത്? അന്ന് തിയേറ്ററിൽ പടം സക്സസ് ആയിരുന്നെങ്കിലും ഒരു റിവ്യൂയിങ് കമ്മ്യൂണിറ്റിയിൽ അത്ര വലിയ ഒരു ഇളക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അജുവേട്ടൻ എൻ്റെ അടുത്ത് പറയുന്ന അതിനകത്തെ ഹ്യൂമറും അതിൻ്റെ ആ പടത്തിൻ്റെ അപ്രോച്ചൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ അഹെഡ് ഓഫ് ദ ടൈം ആയിരുന്നെന്നോ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ എഴുതിയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പുറത്തു വന്ന ഒരു സിനിമയല്ല. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന ഒരു വിഷനായിരുന്നില്ല സിനിമ പുറത്തേക്ക് വന്നപ്പോൾ. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന അതിനകത്തെ ഹ്യൂമറുകളും പല സീക്വൻസുകളും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനൊരു സീക്വൽ ഉണ്ടെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്ന്. സീക്വൽ സാധ്യത ഉണ്ടല്ലോ ആ 2 ക്യാരക്ടേഴ്സിനെ വീണ്ടും കൊണ്ടുവരാൻ. നമ്മൾ ആക്ച്വലി സീക്വൽ വെക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അത് പടം ഒരു വലിയ ഹിറ്റായാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കൊണ്ട് നിർത്തിയിരുന്നത്. അപ്പം അന്നും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇന്നതും തള്ളിക്കളയാനാകാത്തൊരു സാധ്യത ഇപ്പോഴും ഉണ്ട്. അജുവേട്ടൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എടാ ഞാൻ മെലിയാം നീ എഴുത് എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഐഡിയയിൽ ഞാൻ ഇതുവരെ ലാൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് പറയാൻ പറ്റില്ല, ഇറ്റ് കുഡ് ഹാപ്പൻ. ഇപ്പോൾ ഇതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഈ വർഷങ്ങൾക്ക് ശേഷത്തിലെ ക്യാരക്ടർ. ഒരു ചെറിയ സ്പേസിൽ വന്നിട്ട് ഭയങ്കര ചിരിപ്പിച്ച ക്യാരക്ടറുണ്ട്. അത് ഇൻ്റർവെൽ വരെ പടം സീരിയസ് ആയിട്ട് പോയിട്ട് ഇൻ്റർവെല്ലിന് ശേഷം പെട്ടെന്ന് നീരജിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ ഇങ്ങനെ ഒരു ഹ്യൂമർ നീരജ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ ഡയലോഗും ബേസിലായിട്ടുള്ള ഭയങ്കര ഡയലോഗും അതെങ്ങനെയായിരുന്നു ഒരു വിനീത് സ്കൂളിലൊരു പാർട്ടാവുക എന്ന് പറയുന്നത്? ഞാൻ പുള്ളിയുടെ കൂടെ പണ്ടേ ചെയ്ത് വടക്കൻ സെൽഫി ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് അറിയുന്ന സ്കൂളാണ് അവരെല്ലാവരും. നമ്മുടെ അവിടെ ഞാൻ വിചാരിച്ചു എന്നോടൊരു ക്യാമിയോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ക്യാമിയോ ചെയ്തു. അതിൽ പകുതി ഡയലോഗ് ഡബിലൊക്കെ ഇട്ടിരിക്കുന്നു. തിരിഞ്ഞു വെക്കുമ്പോഴും സൈഡിൽ ഡബ് ചെയ്ത് കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇട്ടതാണ്. പക്ഷെ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഭയങ്കര കൂട്ടശരിയായി. ആക്ച്വലി ഞാൻ മുന്നേ പറയായിരുന്നു, ആ ഒരു ക്യാമിയോക്ക് കിട്ടിയ സ്വീകാര്യത ആക്ച്വലി മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ഡൂയിങ് എ ഫുൾ ഫ്ലെഷ്ഡ് കോമഡി മൂവി. ഈ പടമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിറകിൽ അതൊരു റീസൺ ആയിരുന്നു. അതായത് ഞാൻ വളരെ കംഫർട്ടബിളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോൺറ ആയിരുന്നു ഹ്യൂമർ. അപ്പം എവിടെയോ വെച്ച് നമ്മളത് അങ്ങ് വിട്ടുപോയോ, സീരിയസ് ആയി പോയോ. അപ്പം ഈ കഥാപാത്രം വന്നപ്പോഴേക്കും അത് നമ്മളെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു റീസൺ ആ ക്യാമിയോയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ധൈര്യമാണ്. അതെ അതെ അതെ, അതുകൂടി അതിനൊരു റീസൺ ആണ്. അൽത്താഫ്, ഇപ്പോൾ ധ്യാന് ഞങ്ങൾ മുൻപ് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഈ ധ്യാൻ ഒടുങ്ങുര ചാടുകിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അൽത്താഫ് ധ്യാനോട് പറഞ്ഞിരുന്നു, നിനക്ക് ഇതുപോലെ നല്ല സിനിമകളൊക്കെ ചെയ്തൂടെ എന്ന് അൽത്താഫ് ധ്യാനോട് ചോദിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ എനിക്ക് ഒടുങ്ങുര സിനിമ കാണുന്ന സമയത്തും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരു പോർഷനാണ് ധ്യാൻ്റെ ഒരു ചെറിയൊരു പോർഷൻ. ഭയങ്കര ക്യൂട്ടായിട്ട് ധ്യാനെ അവതരിപ്പിച്ച ഒരു സിനിമയും കൂടെയാണ്. ധ്യാനുമായിട്ടുള്ളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ഹ്യൂമർ അലൈൻ ആവുക എന്നത്? ധ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം ധ്യാൻ നായകനായ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടൊരു ഇതാണ്. പക്ഷെ എന്തോ ഒരു നമ്മൾ തമ്മിലൊരു എന്തൊരു സംസാരമൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ്, നമുക്കൊരു എന്തോ ഒരു ആത്മബന്ധം ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഇടയ്ക്ക് വിളിക്കുള്ളൂ, പക്ഷെ വിളിച്ചു കഴിഞ്ഞാലും സംസാരിക്കണതൊക്കെ ഭയങ്കര സിനിമ എല്ലായിരിക്കും മിക്കവാറും, വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും ഒരു ഇതുണ്ട്. അപ്പം എനിക്ക് ആ കഥാപാത്രം ഇത് ചെയ്യാൻ നേരത്തെ എനിക്ക് ധ്യാനെ തന്നെ വേണം എന്നുണ്ടായിരുന്നു. കാരണം ധ്യാൻ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളി ചെയ്യുന്ന സിനിമകൾ, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ ഇപ്പോഴും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഒടുങ്ങൂരിലോട്ട് വിളിച്ചത്. അത് വളരെ വൃത്തിയായിട്ട് പുള്ളി ചെയ്യുകയും ചെയ്ത്, വളരെ പ്രൊഫഷണലാണ് ആള്. ഇപ്പോഴും വിളിക്കും. ചിലപ്പോൾ നമ്മളടുത്ത് തന്നെ പുള്ളി നായകനായിട്ട് വേറെ പടത്തിന് ഞാൻ ചിലപ്പോൾ അഭിനയിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആ സിനിമയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് സിനിമയാണ് ഒടുങ്ങുര ചാടുങ്ങുര. അപ്പം ആ സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു അർഹിച്ച ഒരു അപ്രിസിയേഷൻ കിട്ടിയില്ല, പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, അതിൻ്റെ OTT റിലീസിന് ശേഷമാണെങ്കിലും. അൽത്താഫ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ്, അതിൻ്റെ ഒരു സ്വീകാര്യത, മേക്കർ എങ്ങനെയാണ്? ഇല്ല, എന്നെ സംബന്ധിച്ച്
OTT-യിലെ സ്വീകാര്യതയാണോ ഇത്? അതെ, അതിനൊരു പോസ്റ്റ് റിലീസ് കിട്ടിയിരിക്കുന്ന ഒരു സ്വീകാര്യത മീൻസ് ഒരു തിയേറ്ററിനെക്കാളും. ഇല്ല, എന്നെ സംബന്ധിച്ച് തിയേറ്റർ തന്നെയാണ് അൾട്ടിമേറ്റ്. കാരണം തിയേറ്ററിൽ ഓടിയിട്ടാണ് ഇപ്പം എനിക്ക് അപ്രിസിയേഷൻ കിട്ടുന്നത്, ഫിലിം മേക്കറിന് അപ്രിസിയേഷൻ കിട്ടുന്ന കാര്യമില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബ്രേക്ക് ഈവൻ ആവുക, ഇതിൽ കാശ് മുടക്കിയ ആൾക്ക് കാശ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ അപ്രിസിയേഷനൊക്കെ വിലയുള്ളൂ. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ടും ചിലത് വർക്കാവില്ല. അതിൻ്റെ ഇതിൽ ഇപ്പോൾ OTT-യിൽ വന്നപ്പോൾ കുറേ പേര് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അവർക്കെല്ലാവർക്കും താങ്ക് യു പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പം ഒരു ഇങ്ങനെ ന്യൂസ് കേട്ടതാണ്, അഖിൽ സത്യൻ നിവിൻ പോളി കോമ്പോയിൽ ഒരു സിനിമ വരുന്നു, അൽത്താഫ് എഴുതുന്നു. എന്താണ് അതിൻ്റെ ഒരു, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് അഖിൽ അടുത്ത ഡയറക്റ്റ് ചെയ്യണ പടമാണ്. അഖിലും ഞാനും കൂടി എഴുതണത്. അതെങ്ങനെയാണ് അൽത്താഫിന്റെ ഒരു സ്റ്റൈലിലുള്ള ഒരു സിനിമ ആയിരിക്കും അത്? അല്ല, അത് അഖിലിന്റെ ബേസ് കഥയൊക്കെ അഖിലിന്റെ തന്നെയാണ്. ഞാൻ അതിന്റെ സ്ക്രീൻ പ്ലേയുടെയും ഡയലോഗ്സിന്റെ ഭാഗമാണ്. ഇപ്പൊ ഏതൊരു ആക്ടറിന് ഇപ്പോൾ ഒരു സ്റ്റാർ ഫിലിമിൽ അഭിനയിച്ചതിന് ശേഷം ആ ആക്ടർ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, ഒരു ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു, ലാലേട്ടനൊപ്പം അഭിനയിച്ചു. അതിനുശേഷം ആർഷ ബജി എന്ന് പറയുന്ന ഒരു ആക്ടറിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് സിനിമകൾ? ആക്ച്വലി വളരെ പോപ്പുലാരിറ്റി കൂടി. ഇപ്പൊ എവിടെ പോയാലും ആ ഒരു ജോർജ് സാറിന്റെ മകൾ എന്നുള്ള രീതിയിൽ വളരെ സാധാരണക്കാർക്കും കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ, മറ്റു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനൊക്കെ ആയിരിക്കും തന്നെ. ഇപ്പൊ മുകുന്ദനുണ്ണി ഒക്കെ അതിന്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനായിരിക്കും കൂടുതൽ നോട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ജോർജ് സാറിന്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. അതെ, കണക്ട് ആവുന്നുണ്ട്. ആ സിനിമ അത്രയും എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു സിനിമയല്ലേ. ഇപ്പം അൽത്താഫ് ഇപ്പോൾ ഒരു സമയത്ത് അൽത്താഫ് കോമഡി റോളിൽ തുടങ്ങി നായകനായിട്ട് വന്നു, മന്ദാകിനി അടക്കമുള്ള സിനിമകൾ നായകനായിട്ട് വന്നു. അൽത്താഫ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഒരു സമയത്ത് സിനിമകൾ വരുന്ന സമയത്ത് എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള. പക്ഷെ ഇന്ന് അൽത്താഫ് നായകനായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇന്ന് എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇപ്പൊ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ എല്ലാം ഹ്യൂമർ തന്നെയാണ് വന്നത്. മിക്കതും ഹ്യൂമറാണ്. അപ്പം അതിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ലളിതവും ആളുകളുടെ അടുത്തേക്ക് ഏറ്റവും കണക്ട് ആവുന്ന സിനിമ ഏതാണോ അത് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഇപ്പം എന്നിട്ട് ഇപ്പോൾ ആദിത്യൻ സിംഗപ്പൂർ ലോഞ്ച് ഇവന്റിൽ പറഞ്ഞു കേട്ടു, ഒരു വലിയ സിനിമയായിട്ടൊരു കുഞ്ഞു ടീം എത്തുകയാണെന്ന് പറയുന്നു. ഈ വർഷം 2026 കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ സിനിമകൾ ഒരുപാട് വിജയിച്ചല്ലോ. ഇപ്പം മധുവിധു, മോഹിനിയാട്ടം, വാഴാറ്റം എല്ലാം കുഞ്ഞു സിനിമകളാണ്, പക്ഷേ വലിയ വിജയങ്ങളാണ് നേടിയത്. ഇപ്പം ഇന്ന് 2026 ഒരു കുഞ്ഞു സിനിമ അത് പുൾ ഓഫ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണോ അത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ചോ? അത് ഒരു കുഞ്ഞു സിനിമ എന്നുള്ളതിൻ്റെ ഒരു ബഡ്ജറ്റ് സ്കെയിൽ മാറി. അതായത് ഒരു 5 വർഷം മുന്നേ 3 രൂപയുടെ 3 CR പടം ഒരു കുഞ്ഞു സിനിമയായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞു സിനിമ ഒരു 7 to 10 CR പടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള എക്സ്പെൻസുകളും, ഇപ്പോൾ ഒരു 5 രൂപയിൽ താഴെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എക്സ്പെൻസസ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പടം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ പടമല്ല, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് എ സ്മോൾ മൂവി, ഇറ്റ്സ് നോട്ട് എ ബിഗ് മൂവി അറ്റ് ഓൾ. പക്ഷെ നമുക്കത് പറയുമ്പോൾ നമ്മളത് ഓപ്പോസിറ്റ് ഇറക്കുന്ന നമ്മളുടെ ഒപ്പം ഇറങ്ങുന്ന പടം എന്ന് പറയുന്നത് അപ്പുറത്ത് സ്പൈഡർമാൻ കൂടിയാണ്. അപ്പോൾ അത്രയും വലിയ സ്കെയിലുള്ള ഒരു പടത്തിനൊപ്പം തിയേറ്ററിൽ നമ്മൾ ഇറക്കുമ്പോൾ എന്താണ് നമുക്ക് ഓഫർ ചെയ്യാനുള്ളത്? അപ്പം അത് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേ വരുന്ന പടമല്ല, മലയാളി ഓഡിയൻസിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന പടമാണ്. വേൾഡ് വൈഡുള്ള മലയാളികൾക്കെല്ലാം കാണിക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു അപ്രോച്ച് കുറച്ചുകൂടെ ഒരു ഇൻഡി എക്സ്പെരിമെൻ്റൽ പടത്തിൻ്റെ അപ്രോച്ച് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് എ വെരി, പക്ഷെ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരുപക്ഷെ ഗഗനചാരി അങ്ങനെ പറയാമായിരിക്കാം, കുറച്ചുകൂടെ ഒരു മോക്യുമെൻ്ററി സ്വഭാവം. ഇത് കുറച്ചുകൂടെ ഒരു സിനിമ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കമേഴ്ഷ്യൽ സിനിമയുടെ പാറ്റേണിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് തന്നെയാണ്. ഇപ്പം പക്ഷേ ഇപ്പോൾ ലോകം വന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റ് പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ഈ ഫീമെയിൽ സെൻട്രിക് മൂവീസിനുള്ളൊരു ഭയങ്കര സ്പേസ് ഓപ്പൺ അപ്പ് ആവണല്ലോ. ഇപ്പോൾ ഒരു ഡ്രാമ സിനിമ അല്ലെങ്കിൽ അത്തരത്തിലൊരു മെലോ ഡ്രാമ സിനിമകൾക്ക് പകരം ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിം വന്ന് അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ഇത് ആർഷയ്ക്ക് കൂടുതൽ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി നൽകുന്നില്ല, ഒരു സ്പേസ് ഡോർസ് ഓപ്പൺ ആക്കി തരുന്നില്ല? ഉറപ്പായും. പിന്നെ എനിക്കൊന്ന് എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോൾ
എനിക്കൊന്നും വളരെ ഒരു സന്തോഷമാണ് ഇങ്ങനത്തെ സിനിമകൾ. ഇപ്പോൾ ലോക്കെ ആണെങ്കിലും ബ്ലാസ്റ്റ് ആണെങ്കിലും നല്ല, അതിപ്പോൾ തിയേറ്ററിക്കലി ഭയങ്കര കമേഴ്ഷ്യലി ഹിറ്റ് ആവുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കും അതൊരു സ്പേസ് തരും പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞു സ്പൈഡർമാനൊപ്പമാണ് ക്ലാഷ്. രണ്ട് ഈ പറയുന്ന ഒരു സൂപ്പർ ഹീറോ ഒരു ഏലിയൻ സിനിമകളാണ്. എങ്ങനെയാണ് ഈ ക്ലാഷിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ക്ലാഷ് നമുക്ക് മാത്രമല്ല അറിയില്ല, അവർക്ക് അറിയില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ആ സൈഡിൽ കൂടി പോയിക്കോ. സ്പൈഡർമാനിന് ടിക്കറ്റ് കിട്ടാത്തവര് നമ്മുടെ പടം കാണട്ടെ. ഇന്ന് മലയാളത്തിന് ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്, റാപ്പ് കൾച്ചർ, ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിനൊക്കെ ഭയങ്കര ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പം നീരജ് ആ ഒരു സ്പേസിൽ വലിയ അച്ചീവ്മെന്റ് തന്ന ഒരാളാണ്. ഇപ്പം പണിപാളി 1, 2 എല്ലാം ഭയങ്കര ഹിറ്റായ ഒരാളാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ഫെജോ ആയിക്കോട്ടെ, തിരുമാല ആയിക്കോട്ടെ, ഇന്ന് ആ ഒരു സ്പേസ് ഭയങ്കര വലുതാണ്. അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് സ്പേസിനെ? എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യുക, അതിൽ വർക്കാവുന്നത് വർക്കാവും. ഇപ്പം എനിക്ക് ഞാൻ മ്യൂസിക് ഒരു കരിയറായിട്ട് ഒന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞൊരു 5 വർഷം മുന്നേ നമ്മളൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കോവിഡ് ടൈമിൽ പാട്ടുണ്ടാക്കി തുടങ്ങിയത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു പാരലൽ കരിയറായിട്ട് മൂവ് ചെയ്യുന്നു. സോ ഐ വോണ്ട് ടു ട്രൈ എവറിത്തിങ് പോസിബിൾ ആൻഡ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രോങ് സൈഡ്. അപ്പം കീപ് ക്രിയേറ്റിംഗ് എന്നുള്ളൊരു മോട്ടോയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഇത് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്, ഇതിനകത്ത് ബിസിനസ് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഇക്വേഷൻസും നമ്പേഴ്സും കൺസിസ്റ്റൻസി, അത് ഇപ്പം എനിക്ക് ഒരു ലയബിലിറ്റിയാണ്. ഒരു സിനിമ കഴിഞ്ഞ് നമ്മൾ ഈ സ്പേസിലേക്കും കൂടെ കിടക്കുമ്പോൾ നമ്മൾ പാട്ടുണ്ടാക്കുമ്പോൾ അവിടെ പടം ഇറങ്ങാതെ സമയം ഗ്യാപ്പ് വരുന്നു. അപ്പോൾ പടത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ മ്യൂസിക്കൽ ഗ്യാപ്പ് വരുന്നു എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സ്പേസിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. ബട്ട് ഐ ഓൺലി ഹാഡ് ടു ക്രിയേറ്റ്, ഐ വുഡ് വോണ്ട് ടു ഡു ദാറ്റ് ഡെസ്പൈറ്റ് ഓഫ് ദ ടൈം ലൈൻസ് ഒന്നും കൺസേൺഡ് ആവാതെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അത് പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് കെയർഫുൾ ആണ്. അപ്പോൾ എന്തായാലും പ്ലൂട്ടോ ഒരു വലിയ വിജയമാകട്ടെ. ഇപ്പോൾ ഈ ജോണറിലുള്ള ഒരുപാട് സിനിമകൾ വരട്ടെ, സയൻസ് ഫിക്ഷൻ, ഹ്യൂമർ, അത്ര ഒരു ബ്ലെൻഡ് ചെയ്തുള്ള ഒരു മൾട്ടി ജോണർ സിനിമകൾ ഒരുപാട് വരട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.